Sí, Allah, Allah. ഇന്ന് ആനക്കാപറമ്പിൽ എത്തിയതിനു ശേഷം 8 മണിയോട് കൂടി അവിടെ ഒന്ന് പുളിക്കലേക്ക് റോഡ് ഷോ ബസ് അറേഞ്ച് ചെയ്യുന്നപ്പോൾ ഈ സ്വീകരണ പരിപാടി കഴിഞ്ഞ ഉടനെ എല്ലാവരും ഈ വാഹനത്തിന് പിന്നാലെ ആനക്കാപറമ്പിലേക്ക് വരണം. അതൊരു വലിയ സംഭവമായി നമുക്ക് പോകണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിലേറെ വൈകിയാണ് വരുന്നത്. സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മറ്റേ UDF കമ്മിറ്റി ഉത്തരവാദിയല്ല. കാരണം എന്താ വെച്ചാൽ വരുന്ന ബൈക്കിൽ മുഴുവൻ ആൾക്കാരെ ഹാരമണിയിക്കുകയാണ്. പ്രത്യേകിച്ച് വൃദ്ധന്മാർ, അതുപോലെ തന്നെ സ്ത്രീകൾ, കുട്ടികളൊക്കെ വന്നിട്ട് ഓരോ കാരണം പറയണം, ഓരോ കാര്യങ്ങൾ. TP അഷ്റഫ് അലിയെ ഈ രാജ്യത്തെ ആപാദവൃദ്ധം ജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്ന നിശബ്ദമായിട്ടുള്ള പ്രഖ്യാപനമാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കൂടുകയാണ്. ഇതിപ്പോ വൈകുന്നേരം, പകലൊക്കെ വലിയ ചൂട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. മഹാനായ ബാപ്പു കുരിക്കൽ, പി സീതി ഹാജി, KN ഖാദർ സാഹിബ്, അതുപോലെ തന്നെ KK അബു സാഹിബ്, പി സീതി ഹാജി തുടങ്ങി ധാരാളം ആളുകൾ, TV ഇബ്രാഹിം, മുഹമ്മദ് ഉണ്ണി ഹാജി തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭന്മാരാണ് കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തെ ഇതിനു മുമ്പ് പ്രതിനിധീകരിച്ചിട്ടുള്ളത്. ആ ഒരു ശൃംഖലയിൽ വെക്കാവുന്ന പുതിയ കാലഘട്ടത്തിൽ പുതിയ കാഴ്ചപ്പാടോടുകൂടി നിയോജക മണ്ഡലത്തിൽ പുതിയ ഭരണ സംവിധാനങ്ങൾ, പരിഷ്കാരങ്ങൾ, വികസനങ്ങൾ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഏറ്റവും കൂടുതൽ ഭാവനാസമ്പന്നനായിട്ടുള്ള ഒരു സാരഥിയാണ് TP അഷ്റഫ് അലി എന്ന് കുറഞ്ഞ നാൾക്കകം ഈ മണ്ഡലത്തിലെ പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പുതിയ കാലഘട്ടമായ TP അഷ്റഫ് അലിക്ക് കോടി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയുക്ത MLA പര്യടനമാണ് ഈ പരിപാടി എന്ന് നമ്മൾ എല്ലാവരും തന്നെ കരുതണം. അത് ഈ നാട്ടിലേക്ക് ഏറ്റവും ആവശ്യമായ ഒരു ബഹുമാനപ്പെട്ട നിയുക്ത MLA. പ്രിയങ്കരനായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഈ നാടിന് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. റോഡ് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. പല റോഡുകളിലേക്കും ക്രഷറിലേക്കും കോറിയിലേക്കൊക്കെയുള്ള ലോറികൾ ഓടിയിട്ട് അതിൻ്റെയൊക്കെ ദുരിതം ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നമാണ് ആ നാട്ടിലേക്ക് വികസനം എത്തുക, ആ നാട്ടിലേക്ക് അതിൻ്റെതായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം കടന്നു വരിക. എല്ലാവർക്കും കാറില്ല, എല്ലാവർക്കും ബൈക്കില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമവണ്ടി എന്നുള്ളത് ഗതാഗത പ്രശ്നം, റോഡിന്റെ പ്രശ്നവും ബസ്സിന്റെ പ്രശ്നവും പരിഹരിക്കാൻ ഞാൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. പൂർണ്ണമായും ഞാനിപ്പോൾ ഈ 4 മണി മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഈയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിധത്തിലുള്ള ആശങ്കയും വേണ്ട. ഈ നാടിനെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും.